Hello friends, welcome back to Sai YouTube channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു വിഷു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇതൊരു ചെറിയ വീഡിയോ ആണ്, എന്നാൽ ഷോർട്ട് വീഡിയോ പോലെയല്ല, ഇത്ര വലിയ വീഡിയോ, എന്നാൽ അധികം സമയമൊന്നും ഇല്ലാത്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് വിഷുവിന് തലേ ദിവസമാണ്. അപ്പോൾ ഇന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. അതായത് നാളത്തെ വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതൊക്കെയാണ്, പ്രിപ്പയറിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ പച്ചക്കറികൾ നുറുക്കുന്നതും ചീര അരിയുന്നതും പിന്നെ ഡ്രസ്സ് തേക്കുന്നതും അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ ചാനൽ ആരും കാണുന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റഗ്രാം പേജും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര് ധനുഷ് എന്നാണ്. അപ്പോൾ ഉറപ്പായും ഒന്ന് ഫോളോ ചെയ്യാൻ സഹായിക്കുക. പിന്നെ ഇനിയും ഇതേപോലെ ഒരുപാട് വീഡിയോസ് വരാനായിട്ട് കമൻറ്റ് ഇടുക. ഏത് തരം വീഡിയോസൊക്കെ ഉണ്ടെങ്കിലും ഏത് തരം വ്ളോഗ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ ആ വ്ളോഗും വീഡിയോസൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ വിളക്കത്തിക്കാൻ പോകും. ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളക്കത്തിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിളക്കത്തിക്കാൻ പോവാണ്. അതിനുശേഷമുള്ള കാര്യങ്ങളാണ് ഇന്ന് കാണിക്കുന്നുള്ളൂ, അല്ലാതെ രാവിലെ തൊട്ടുള്ള കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ കുറച്ച് പ്രിപ്പയറിങ്ങും കാര്യങ്ങളും മാത്രമേ ഞാനിതിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ നേരെ വിളക്കത്തിച്ചിട്ട് വരാം. നമ്മൾ വിളക്കൊക്കെ കത്തിച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് അരിഞ്ഞ പച്ചക്കറികളൊക്കെ കാണിക്കാം. അപ്പോൾ ഗൈസ്, പച്ചപ്പയറൊക്കെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നീളത്തിലാണ് അരിഞ്ഞ് വെച്ചത് കേട്ടോ. അപ്പോൾ അവിയലിനാണ് കേട്ടോ നമ്മൾ പച്ചപ്പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളാണ് കേട്ടോ. ചേനയുണ്ട്, പച്ചപ്പയറും ഉണ്ട്, മത്തങ്ങയും ഉണ്ട്. പിന്നെ ചേന അവിയലിന് വേണ്ടി അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ കേബേജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാളെ സാമ്പാറും അവിയലും മാത്രമല്ല കേബേജ് കറിയും കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആണ് ഇത് മൂന്നും. അപ്പോൾ അതെ, ഇതൊക്കെ അരിയണത് ഞാൻ കാണിക്കാം കേട്ടോ, വീഡിയോയിൽ കാണിക്കണതായിരിക്കും. അപ്പോൾ ഗൈസ്, ഇത് പച്ചക്കായന് അവിയലിന് വേണ്ടിയിട്ട് പച്ചക്കായാണേ. അപ്പോൾ ഇതൊക്കെ അരിയണ ഇനിയും ഒരുപാട് പച്ചക്കറികൾ നമുക്ക് അരിയാനുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഗൈസ്, നാളേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തേക്കാം. ഞാൻ ഈ ഒരു മജന്ത കളറായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഇടുന്നത്. ഒരു ലെഹങ്കയാണ്, ഷാളും പാവാടയും ടോപ്പൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ്. പിന്നെ പോണ വഴിക്ക് എനിക്ക് ബോറടിച്ചപ്പോൾ പിന്നെ ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 7-Upൻ്റെ കുപ്പിയാൻ വാങ്ങിച്ചത്, അത് എടുത്തു. പിന്നെ ഒരു മിഠായിയും കഴിച്ചു, അത്ര ചെയ്തുള്ളൂ. പിന്നീട് അവിടെ അമ്മ പച്ചക്കറികൾ അരിനെ കണ്ടപ്പോൾ ഞാൻ ഓടി വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ അതെ, ഇപ്പോൾ അവിയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പച്ചക്കായ എന്നാണ് തോന്നുന്നു ഇതിനെ പറയുക. അപ്പോൾ അതെ, ഇത് അരിയുന്നത് അവിയലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല നീളത്തിൽ അരിയണം. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങും അരിയുന്നുണ്ട്, ക്യാരറ്റ് അരിയുന്നുണ്ട്, പിന്നെ ചേനയും ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ കുറച്ചുള്ളൂ. പിന്നെ കേബേജ് ഉണ്ട്, അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതേ, നല്ല നീളത്തിൽ അവിയലിന് വേണ്ടി. പിന്നെ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും അവിയൽ എടുക്കുന്നുണ്ട്, പുട്ടും അവിയലാണ്. പിന്നെ അതേ, ഉരുളക്കിഴങ്ങ് നല്ല നീളത്തിൽ ഇതേപോലെ അരിഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ, ക്യാരറ്റ് അരിയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് അവിടെ കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് തിന്നാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാരറ്റ്. അമ്മ പറഞ്ഞു അതെടുക്കണ്ട, കഴുകിയിട്ട് തിന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിൽ ഞാൻ എടുത്ത് തിന്നു ആക്കറാന്തം കാരണം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടുക, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.